മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൻ്റെ 20 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണുകയാണ്. പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഒന്നായിരിക്കണം. ഈശോയും പിതാവും എങ്ങനെ ഒന്നായിരുന്നോ അതുപോലെ നമ്മൾ ഓരോരുത്തരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഒന്നായിരിക്കുമ്പോൾ നമ്മളിലൂടെ ദൈവം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തപ്പെടുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിൻ്റെ കുടുംബത്തിലും നിൻ്റെ സമൂഹത്തിലും ഈശോയെ ലോകത്തിന് കൊടുക്കാനായിട്ടുള്ള കടമ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരുമയുടെ മനോഭാവം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റുവട്ടമുള്ളവർക്ക് ഈശോയെ കൊടുക്കുന്നവരായിട്ട് നിങ്ങൾ മാറുക. അതിനുള്ള ദൗത്യം നിങ്ങൾക്കുണ്ട്, അതിനുള്ള കടമ നിങ്ങൾക്കുണ്ട്. കുടുംബത്തിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം, തെറ്റിദ്ധാരണകളുണ്ടാവാം. പക്ഷേ ഈ തെറ്റിദ്ധാരണകളുടെയും ഈ പ്രശ്നങ്ങളുടെയും നടുവിൽ ഹൃദയം തമ്മിൽ അകലരുത്. ഹൃദയം ഒന്നായിരിക്കണം. ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു മനസ്സോടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ ഈശോയ്ക്ക് സാക്ഷികളായിട്ട് നിങ്ങൾ മാറുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ പിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഒന്നായിരിക്കാൻ വേണ്ടിയാണ്. ആ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കും. നിങ്ങൾ ഒന്നായിട്ട് ജീവിക്കുക, ഒരു മനസ്സോടെ ജീവിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ സമൂഹങ്ങളിലും എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ട് എങ്കിൽ അത് തീർക്കണം. ജീവിത പങ്കാളികൾ തമ്മിൽ, മക്കൾ മാതാപിതാക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഭിന്നതയുണ്ട് എങ്കിൽ അത് അവസാനിപ്പിക്കണം. ക്ഷമിക്കേണ്ടത് ക്ഷമിക്കാനും പൊറുക്കേണ്ടത് പൊറുക്കാനും മറക്കേണ്ടത് മറക്കാനും നിങ്ങൾക്ക് സാധിക്കണം. ഒരുമയുള്ളിടത്തെ ത്രിത്വത്തിൻ്റെ മനോഭാവം വളരുകയുള്ളൂ. ഒരുമയുള്ളിടത്തെ ദൈവം വസിക്കുകയുള്ളൂ. ഒരുമയുള്ള ഇടമാണ് ദൈവത്തിൻ്റെ സാക്ഷികളായ ഇടം. കരങ്ങളെ യാചനയോടെ പിടിക്കാം. നമ്മുടെ ഭവനത്തെയും നമ്മുടെ സമൂഹങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ഒരു മനസ്സോടെ ജീവിക്കുന്നതിനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിച്ച് പരിപാലിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. എല്ലാ തിന്മകളും തകരട്ടെ. എല്ലാ ദുഷ്ടതയും തകരട്ടെ. നാരകീയ ശക്തികൾ തകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഒന്നാകുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. ഇവരുടെ ഭവനത്തിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന് ഭിന്നതയും കലഹങ്ങളും, കർത്താവെ, ദുഷ്ടതയുടെ എല്ലാ കെട്ടുകളും പരസ്പരമുള്ള വിയോജിപ്പുകളും നിർവീര്യമായി തീരട്ടെ. സാത്താൻ ഇവരുടെ കുടുംബത്തിൽ നിന്ന് തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.